നമസ്കാരം. കണ്ണിന് ചുറ്റിനും ഉണ്ടാകുന്ന കറുപ്പ്, അതുപോലെ കൺതടങ്ങളിൽ ഉണ്ടാകുന്ന വീക്കം, ഇത് പല ആളുകളെയും അലട്ടുന്ന ഒരു സൗന്ദര്യ പ്രശ്നം തന്നെയാണല്ലേ. എന്നാൽ ഇത് സൗന്ദര്യ പ്രശ്നം എന്നതിലുപരിയായിട്ട് പലതരത്തിലുള്ള കാരണങ്ങൾ, അണ്ടർലൈങ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണമാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ണുകൾക്ക് ചുറ്റിനും കറുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണിനടിയിൽ ഇങ്ങനെ വീക്കം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഇതെങ്ങനെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും തിന്നായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോലമായിട്ടുള്ള സ്കിന്ന് നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റിനുമുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് വളരെ സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ കണ്ണുകളുടെ വെയിൻസിന് എന്തെങ്കിലും, ആ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ഒരു നീർക്കെട്ടുണ്ടായാൽ, പ്രത്യേകിച്ച് നമ്മൾ അമിതമായിട്ട് കണ്ണുകൾ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രക്തക്കുഴലുകൾക്കൊക്കെ വീക്കം ഉണ്ടാകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് വിസിബിൾ ആകും. അതൊക്കെയാണ് ഈ ഒരു കൺതടങ്ങളുടെ ചുറ്റിനും ഈ ഒരു കറുപ്പ് വരാനായിട്ട് പ്രധാന കാരണമാകുന്നത്. അതുപോലെ തന്നെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കണ്ണുകൾക്ക് കറക്റ്റ് ഫങ്ഷനിങ്, അതുപോലെ തന്നെ കണ്ണുകളെ പ്രോപ്പറായിട്ട് അടക്കാനും തുറക്കാനും ഒക്കെ സഹായിക്കുന്ന മസിലുകളുണ്ട് കണ്ണുകൾക്ക് ചുറ്റിനും. കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് സംഭവിക്കുമ്പോൾ ഈ മസിലുകൾക്കും വീക്ക്നെസ് സംഭവിക്കാനും കണ്ണുകൾ പെട്ടെന്ന് റൂപ്പാകാൻ അല്ലെങ്കിൽ കണ്ണിനിടയിൽ സ്വെല്ലിങ് വരാനും ഒക്കെ കാരണങ്ങളാകും. അപ്പം ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ നമ്മൾ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, ഉറക്കക്കുറവ് തന്നെയാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ദിവസം ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ക്ഷീണം സംഭവിക്കും അല്ലെ. കണ്ണുകളുടെ മസിലൊക്കെ ക്ഷീണിതരാകും. അതിന്റെ ഫലമായിട്ട് കണ്ണുകളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുതലായിട്ട്, അല്ലെങ്കിൽ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന സ്ട്രെയിൻ, കണ്ണുകളുടെ ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന പ്രഷർ, ഇതൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും നീർക്കെട്ടിലേക്കും അതുപോലെ കണ്ണിന് ചുറ്റിന് കറുപ്പ് വീഴാനും കണ്ണില് ചുറ്റിനും കൺതടങ്ങളിൽ സ്വെല്ലിങ് വരാനും ഒരു കാരണമാകാറുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആശുപത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടൊക്കെ നിന്ന് നമ്മുടെ ആ ഒരു ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ കണ്ണ് വല്ലാതെ ക്ഷീണിച്ചായിരിക്കും ഇരിക്കുന്നത്. കണ്ണിന് ചുറ്റിലും കറുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ പ്രധാന കാരണം ഇതാണ്. കണ്ണുകൾക്ക് ക്ഷീണം സംഭവിക്കുന്നു, കണ്ണുകളുടെ ബ്ലഡ് വെസൽസുകൾക്കൊക്കെ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കണ്ണുകൾക്ക് കറുപ്പ് ആ ഒരു സാഹചര്യത്തിൽ അനുഭവപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല, ഡീഹൈഡ്രേഷൻ. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ കണ്ണിന്റെ അടിയിൽ സ്വെല്ലിങ്സ് വരാം. അതുപോലെ കണ്ണിന് ചുറ്റിനും ഈ ഒരു കറുപ്പ് വീഴാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാരണം പറയുന്നത്, കണ്ണുകൾ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഒരുപാട് സമയം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ടിവിയിലൊക്കെ നോക്കിയിരിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ ഇമ്മ വെട്ടാതെ ഒത്തിരി സമയം നോക്കിയിരിക്കുന്നതിന്റെ ഫലമായിട്ട് കണ്ണുകളുടെ മസിലുകൾക്ക് സ്ട്രെയിൻ സംഭവിക്കുന്നു, പ്രഷർ ഉണ്ടാവുന്നു, കണ്ണിന് അമിതമായിട്ട് ക്ഷീണം സംഭവിക്കുന്നു. ഇതും കണ്ണിന് ചുറ്റിനും കറുപ്പ് വീഴാനും കൺതടങ്ങളിൽ സ്വെല്ലിങ് ഉണ്ടാകാനും ഒരു കാരണമാകാറുണ്ട്. പിന്നെ പലപ്പോഴും സ്ത്രീകളിൽ ഏജ് കൂടുതലനുസരിച്ച്, പ്രത്യേകിച്ച് മെനപ്പോസ് ഒക്കെ അടുക്കുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും അല്ലെ. അപ്പൊ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ്, അതുപോലെ തന്നെ PCOD ഉള്ളവരില്, പിന്നെ നമുക്ക് നോക്കിയാൽ അറിയാം പ്രഗ്നൻസി ടൈമിലൊക്കെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലം നമുക്ക് കൺതടങ്ങളിൽ കറുപ്പ് വീഴാനും അതുപോലെ സ്വെല്ലിങ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ആൻസൈറ്റി, സ്ട്രെസ്, അതുപോലെ തന്നെ മെന്റൽ പ്രഷർ ഒക്കെ അനുഭവിക്കുന്നവർക്ക്, ഒരുപാട് മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രെസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ ഒരു രീതിയിൽ ഉറക്കം നഷ്ടപ്പെടുക പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് വിസിബിൾ ആകുന്നത് ഈ കണ്ണിന് ചുറ്റിനുള്ള കറുപ്പ് വഴിയൊക്കെയാണ്. അതുകൂടാതെ നമുക്ക് വരുന്നൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ട് പുകവലിക്കുന്നത്, അതുപോലെ തന്നെ അമിതമായിട്ട് മദ്യപിക്കുന്നത്. അപ്പൊ അങ്ങനെ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്തവരെ നോക്കിയാൽ അറിയാം, അവരുടെ കണ്ണിങ്ങനെ വല്ലാതെ ചുവന്ന് കലങ്ങിയായിരിക്കും കിടക്കുന്നത് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യുക അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക വഴി പിന്നീട് പലപ്പോഴും അവരുടെ കൺതടങ്ങളിൽ കറുപ്പ് വീഴാനും കണ്ണില് ഈ ഒരു രീതിയിൽ സ്വെല്ലിങ് വരാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതേപോലെ ഹെറിഡിറ്റി, ജനറ്റിക്കലായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസിന്, ഗ്രാൻഡ് പേരൻസിന് ഒക്കെ ഈ ഒരു രീതിയിൽ കൺതടങ്ങളിൽ കറുപ്പ് വീഴുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അത് വരാനും ഒരു ചാൻസ് വളരെ കൂടുതലാണ്.
നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു രീതിയിൽ കൺതടങ്ങളിൽ കറുപ്പ് വീഴുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കറുപ്പ് ഉണ്ടാകുന്നു, ക്രമേണയായിട്ട് ഗ്രാജുവലായിട്ട് കൂടി കൂടി വരികയല്ല, പെട്ടെന്ന് ഒരു ദിവസം കണ്ണിന്റെ ചുറ്റിനും ഒരു കറുപ്പുണ്ടാകുന്നു, അല്ലെങ്കിൽ സ്വെല്ലിങ് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇത് സിമെട്രിക്കൽ ആയിട്ട് രണ്ട് കണ്ണുകളെ ഒരുപോലെയാണ് ബാധിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും കാരണവശാലോ ഒരു കണ്ണിനെ മാത്രം ബാധിക്കുന്നുള്ളൂ, ഒരു കണ്ണിന്റെ ചുറ്റിനും മാത്രമേ കറുപ്പ് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു കണ്ണിന് ചുറ്റിനും മാത്രമേ സ്വെല്ലിങ് ഉണ്ടാകുന്നുള്ളൂ, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതാണ്. അതുപോലെ ഇതോടൊപ്പം മറ്റു പലതരത്തിലുള്ള സിംറ്റംസ്, നമ്മുടെ കൈകാലുകളിൽ അല്ലെങ്കിൽ പീഡലിടിമ, ആംഗിൾസിന് ചുറ്റിനും, നമ്മുടെ ഉപ്പൂറ്റിക്ക് ഭാഗത്ത് ഒക്കെ വീക്കം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മൂത്ര തടസ്സം അനുഭവപ്പെടുന്നു, മൂത്രം ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, മുഖത്ത് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പഫ്നെസ് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്ക് ബ്രീത്ത്ലെസ്നെസ് അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു, അമിതമായിട്ട് കിതയ്ക്കുന്നു, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ പല ഉറക്കത്തിൽ ചിട്ട കൊണ്ടുവന്നു, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ക്രമേണ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും ഒന്നും ഈ ഒരു കറുപ്പിന് അല്ലെങ്കിൽ ഈ ഒരു സ്വെല്ലിങ്ങിന് വ്യത്യാസം വരുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ വിവരം അറിയിക്കേണ്ടതാണ്. ഇതിന് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ പലപ്പോഴും ഉണ്ടായേക്കാം. എങ്ങനെയാണ് നമുക്കിത് പ്രതിരോധിക്കുക, അല്ലെങ്കിൽ എങ്ങനെ കണ്ണിനടിയിൽ ഈ ഒരു കറുപ്പ് അല്ലെങ്കിൽ സ്വെല്ലിങ് നമുക്ക് മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാന കാരണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിന്റെ ആ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഉറക്കം പ്രോപ്പർ ആക്കുക. ഡെയിലി ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും സൗണ്ട് സ്ലീപ്പിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക, നേരത്തെ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള റൂം തന്നെ തിരഞ്ഞെടുക്കുക, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കുക. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ഈ ഒരു ഉറക്കത്തിന് ചിട്ട കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് ഒക്കെ ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രാജുവലായിട്ട് ഈ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ പതുക്കെ 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 ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ ഡെയിലി റുട്ടീനെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ണിനടിയിൽ കറുപ്പ് വിടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോണ്, ലാപ്ടോപ്പ്, TV പോലെയുള്ള ഡിജിറ്റൽ ഡിവൈസസിന്റെ ഒക്കെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന മുറിയിൽ ഇത്തരം വസ്തുക്കളൊന്നും സൂക്ഷിക്കാതെ ഇരിക്കുക. അഥവാ രാത്രിയിലൊക്കെ നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ലൈറ്റ് അണച്ചിട്ട് റൂം ഡാർക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ റൂമിൽ ഇരുട്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ സ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആൻസൈറ്റി, സ്ട്രെസ്, മെന്റൽ ടെൻഷൻ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻസ്, യോഗ, മൈൻഡ്ഫുൾനെസ് പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിലേക്കുള്ള സർക്കുലേഷൻ ഒക്കെ കൂട്ടുന്ന തരത്തിലുള്ള എക്സസൈസുകളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ഐ മസിൽസിനെ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകളൊക്കെ കിട്ടും. അത്തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറിന്റെ ഒക്കെ മുമ്പിലിരുന്ന് ഒരുപാട് സമയം ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 20-20-20 റൂള് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 20 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത 21ാമത്തെ സെക്കൻഡിൽ നമ്മൾ 20 അടി ദൂരെ ഉള്ള ഒരു വസ്തുവിലേക്ക് നമ്മുടെ നോട്ടത്തെ കൊണ്ടുവരിക, ശ്രദ്ധയെ കൊണ്ടുവരിക. അവിടേക്ക് ഒരു 20 സെക്കൻഡ് സമയം നോക്കിയിരിക്കുക. അതുപോലെ പ്രോപ്പറായിട്ട് കണ്ണ് ചിമ്മാൻ കൂടി ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ എല്ലാ 20 മിനിറ്റിലും സൈക്ലിക് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും രാത്രിയിൽ ഉണ്ടാവുന്ന ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിലൊക്കെ അമിതമായിട്ട് ജോലി ചെയ്യുന്നവർക്ക്, ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ ഐ സ്ട്രെയിൻ, ഡ്രൈ ഐസ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലെല്ലാം ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ മാറ്റാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് ആവശ്യമായിട്ടുള്ള ചെക്കപ്പ് നടത്തി അണ്ടർലൈൻ കോഴ്സ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത മരുന്നുകളും അവൈലബിൾ ആണ്.